ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് വ്ളോഗാണ്. വിഷു ഒക്കെ വരാറായില്ലേ, അപ്പോൾ അതിന് മുമ്പ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന് കരുതി. ഈ വീഡിയോ തന്നെ 2 ദിവസമായിട്ടൊക്കെ എടുത്തതാണ്. കാരണം മോളുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസമായിട്ടൊക്കെ ക്ലീനിങ് തീർക്കാനൊന്നും പറ്റത്തില്ല. പണ്ടൊക്കെ ഞാൻ ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. അത് കഴിഞ്ഞ് വീടൊക്കെ വെച്ച് മാറിയതിന് ശേഷമാണ് ഇത്രയും ഡീപ്പായിട്ട് ക്ലീനിങ് ഒക്കെ തുടങ്ങിയത്. മന്ത്ലി പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീട് മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ആ സമയത്ത് ആ വീട്ടിലെ കർട്ടൻസ്, അതുപോലെ കുഷ്യൻ കവേഴ്സ്, അത് അങ്ങനെയുള്ള എല്ലാം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. പിന്നെ ഇപ്പം ക്ലീൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വിഷു ഒക്കെ വരുമല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പം ക്ലീൻ ചെയ്തിരുന്നേ. കാരണം ഞങ്ങൾ ഓണം, വിഷു അങ്ങനെയൊക്കെ വരുമ്പം വീട് ക്ലീൻ ചെയ്തൊക്കെ ഇടും. വീട് മൊത്തമൊക്കെ തുടച്ചിരുന്ന 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ്. കാരണം വെച്ചാൽ ഇളയ മോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നൊന്നും തുടച്ചിടാനൊന്നും പറ്റത്തില്ല. അവൾക്ക് 1.5 വയസ്സേ ആയുള്ളൂ. അപ്പോൾ അവൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ വന്നങ്ങ് കയറും. ഇപ്പം തന്നെ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ ഗായു എന്തൊക്കെയോ വന്നിരുന്ന് അവിടെ നിന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ശബ്ദങ്ങൾ വോയിസിനകത്ത് കേൾക്കും. പിന്നെ ഞാൻ പോയി ബെഡ്റൂമിനകത്തുള്ള ജനലും വാതിലൊക്കെ തുറന്നിട്ട് അതിനകം ക്ലീൻ ചെയ്ത് ഇറങ്ങാൻ കരുതി. ജനൽ കമ്പികളുടെ ഒക്കെ ഇടയിൽ ചിലന്തി വലയൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ചെറിയൊരു കുഞ്ഞു ചൂലുണ്ട്, അത് വെച്ച് അടിച്ച് വാരി കളഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഈ ഓരോരോ കമ്പിയായിട്ട് തുടച്ചെടുത്ത്. അത് കഴിഞ്ഞ് എ സിയുടെ അലമാരയുടെ ഒക്കെ മുകൾ വശം ക്ലീൻ ചെയ്യാൻ നിർത്തി. അപ്പോൾ അവിടെയൊക്കെ യാതൊട്ടും റോക്കറ്റ് ഉണ്ടാക്കി വിട്ടതും, അതുപോലെ ഈ പേപ്പർ ചുരുട്ടി മേലോട്ട് എറിയുന്നൊരു സ്വഭാവമുണ്ട് യാതൊട്ടിനും കായിനും. അപ്പം അതിൻ്റെ എല്ലാം മുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അടിച്ച് വാരി ഇങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് ജനലിൻ്റെ പാളികളെല്ലാം വെളിയിൽ ഇറങ്ങി തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഇനി ഫാനൊക്കെ ക്ലീൻ ആക്കാൻ കരുതി ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് വന്ന് ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുക്കുക. അപ്പം നനഞ്ഞ തുണി വെച്ചൊക്കെ ആണെങ്കിൽ അതേ പൊടി വീണ്ടും പറ്റിയിരിക്കും. ഇത് ഈ ഉണങ്ങിയതൊക്കെ ആകുമ്പം പൊടി ഇങ്ങനെ തുടച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് പോരും. അതും കൂടി കഴിഞ്ഞിട്ട് മുറിയെല്ലാം അടിച്ച് വരിഞ്ഞെടുത്ത് മുറിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് പഴയ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചു. മുറിക്കെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഇനി നേരെ പോകുന്ന ഹാളിലോട്ട്. ഹാളിലെ ജനലെല്ലാം തുറന്നിട്ടിട്ട് ജനലും ജനൽ കമ്പിയൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയെടുത്ത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വാഷ് ബേസിൻ്റെ കണ്ണാടിയൊക്കെ നേരത്തെ തുടച്ചിട്ടത് കൊണ്ട് ഇപ്പോൾ തുടയ്ക്കാനൊന്നും നിന്നില്ല. വാഷ് ബേസിൻ്റെ അടിയിൽ ഒരു ബോക്സ് പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ സോപ്പും സോപ്പൊടിയൊക്കെ വെക്കുന്നത്. അതിനകത്തിലും ചിലന്തി വലയൊക്കെ കെട്ടും. അപ്പോൾ അതെല്ലാം അടിച്ചു വാരി തൂത്തുവാരി തുടച്ചിട്ടിട്ട് അത് കഴിഞ്ഞ് ടി വി ഒക്കെ വെച്ചേക്കുന്നിടമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ആ പുറകിലൊക്കെ നല്ലപോലെ മാറാലയൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പം പറ്റുന്നിടമൊക്കെ തുടച്ചു. കാരണം വെച്ചാൽ അതിനകത്തോട്ട് കൈ ഇട്ട് തുടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം ഫാനിലൊന്നും വലുതായിട്ട് പൊടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹാളൊക്കെ തൂത്തുവാരി ഇറക്കി. പൊടിയെല്ലാം അടിച്ചു വാരി ഉടനെ തന്നെ ഞാൻ അവിടെ മോപ്പിട്ട് നന്നായി തുടച്ചത്. ഹാളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ക്ലീനിങ് ആയിട്ടൊന്നും നടന്നില്ല. ഗായു ഭയങ്കര കാരച്ചിലും വഴക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ രാത്രിയിൽ ഇറങ്ങിയ ഒരു മുറിയുള്ളത് ക്ലീൻ ചെയ്തത്. അവിടെ മാറാലയൊക്കെ അടിച്ചു വാരിയിട്ടിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് ജനലിലെ അഴുക്കെല്ലാം അടിച്ചു വാരിയൊക്കെ കളഞ്ഞ്. ഈ മുറി അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ മുറിയിൽ നല്ലപോലെ മാറാലയും പൊടിയൊക്കെ പിടിച്ച് കിടക്കുക. അപ്പം അതിനകത്തിലാണെങ്കിൽ ഗോവൻ്റെ പണിസാധനവും യാതൊൻ്റെ കളിപ്പാട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് പിറക്കിയൊക്കെ വെച്ചേക്കുക. ഈ കമ്പ്യൂട്ടർ ടേബിളിൽ സാധനമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സാധനത്തിലും ടേബിളിലും ഒക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അടിച്ചു വാരി ഒക്കെ ഇട്ടിട്ട് യാതൊട്ടിൻ്റെ ബുക്ക് ഷെൽഫ് വൃത്തിയാക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ബുക്കെല്ലാം നേരത്തെ അടുക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം വേണ്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഈ കബോർഡിലെ പൊടിയൊക്കെ കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഇനി ആ മുറിക്കാവൊക്കെ തൂത്തുവാരിയൊക്കെ എടുത്തിട്ട് ഇനി ഒന്ന് തുടച്ചെടുക്കണം. അടുക്കള ഇനി നാളെ ക്ലീൻ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇനി സമയമില്ല, ഇപ്പോൾ തന്നെ രാത്രിയായി. ഇത് അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. അന്ന് തന്നെ എല്ലായിടവും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു റൂമും അടുക്കളയും കൂടി ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ആദ്യം തന്നെ മാറാല അടിക്കാനാണ് കയറിയത്. അപ്പോൾ അവിടെയൊക്കെ വലുതായിട്ടൊന്നും പൊടിയൊന്നും ഇല്ല, എന്നാലും അടിച്ച് കയറി. അടുക്കളയല്ലേ, പെട്ടെന്ന് തന്നെ മാറാല പിടിക്കും. ഇന്ന് രാവിലെ ഇവിടെ കഴിക്കാൻ പുട്ടും പഴമൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ പാത്രമൊക്കെ അവിടെ അടുക്കള ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ആ രാവിലെ വെച്ച പടി തന്നെ അടുക്കള കിടക്കും. പൊടികളെല്ലാം ഇട്ട് വെച്ചാൽ തിന്നികളെല്ലാം എടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ച് അത് കഴിഞ്ഞ് അടുപ്പിൻ്റെ അവിടെ ഒക്കെ വൃത്തിയാക്കി എടുത്തു. അപ്പോൾ അതിനകത്തിലാണെങ്കിൽ ചിരട്ടയും പേപ്പറും ഒക്കെ പെറുക്കി വെച്ചേക്കായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി. ഇപ്പം അടുപ്പൊന്നും കത്തിക്കാറില്ല. അടുക്കളയിൽ ഒരു സൈഡിലായിട്ട് ഒരു മണി പ്ലാന്റിൻ്റെ ചെടി ഒരു പന്നിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുത്തില്ലേ അതിനകത്ത് ഈ കൊതുക് മുട്ടയിട്ട് കൂത്താടികളായിട്ടൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞ് ഗ്യാസിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ച് സവാളയും കിഴങ്ങൊക്കെ ഇട്ട് വെച്ചാൽ ബാസ്ക്കറ്റൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പുതിയതൊക്കെ ഇട്ട് വെക്കാൻ നേരം വന്നപ്പോഴത്തേക്ക് ഗായു എന്നെ സഹായിക്കാനായിട്ടൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നു. അതുപോലെ തന്നെ കിച്ചൺ കബോർഡൊക്കെ ക്ലീൻ ആക്കാനുള്ളത്. ഇത് ഷെൽഫായിട്ടൊന്നും തിരിച്ചിട്ടില്ല, അത് ഒറ്റ ഇതായിട്ട്. അപ്പം ഡോറ് മാത്രം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകമൊക്കെ നല്ലപോലെ മാറാലൊക്കെ പിടിച്ചെടുപ്പുണ്ട്. അപ്പോൾ അതിനകം എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ പാത്രം എല്ലാം അടുക്കി പിറക്കിയൊക്കെ വെക്കണമായിരുന്നു. അതെല്ലാം വെച്ചിട്ട് കഴുകി വാരി വെച്ച പാത്രം എല്ലാം അടുക്കി പിറക്കി വെക്കേണ്ടടുത്തൊക്കെ കൊണ്ടുവച്ചിട്ട് സിങ്കിനൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ട് ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി എടുത്ത്. അപ്പോൾ ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുക്കി പിറക്കിയൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി തൂത്തുവാരി തുടച്ചിടാണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് അടുക്കള നല്ല വൃത്തിക്ക് തന്നെ തുടച്ചിട്ട്. കാരണം വെച്ചാൽ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ പിള്ളേർ എപ്പോഴും അഴുക്കാക്കുന്നത് അടുക്കളയും ഹാളിലുമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.